ഇങ്ങനെ ഒരു വീഡിയോ കാണുമല്ലേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ പാർവതി. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കേളി ഹെയർ, എന്നെ പോലുള്ള കേളി ഹെയർ ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവോ ഇല്ലയോ എന്ന് ഈ വീഡിയോ ആകുമ്പോൾ നമുക്കറിയാം. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത്, എനിക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പം ഇന്ന് രാത്രി ഏകദേശം ഒരു 11 മണി ആവാറായി. അപ്പം എനിക്ക് നാളെ രാവിലെ പോകണം. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാനൊരു നമുക്ക് ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ നടന്ന സമയത്ത് ആമസോണിൽ നിന്ന് ആഗാറോയുടെ ഈ ഒരു സ്ട്രെയിറ്റ്നർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊരു ബോക്സ്, ഞാനത് ബോക്സൊക്കെ എടുത്ത് ഞാൻ ഒത്ത് വെച്ചേക്കുക. ബോക്സ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഗ്ലൗസും ഉണ്ട്. അപ്പം ഗ്ലൗസ് എടുക്കാൻ വിട്ടുപോയി. അപ്പം നമുക്ക് ഇത് വെച്ച് എൻ്റെ ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പം എൻ്റെ എത്രത്തോളം എൻ്റെ ഇതിനകത്ത് വർക്കാവും, ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ പറയാം. നമുക്കിത് പറ്റുമോ, അല്ലെങ്കിൽ പാർലറിൽ പോകുന്ന പൈസ കൊടുക്കാതെ ഇത് നമുക്ക് ലാസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് ഞാൻ പറയാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത്, നമ്മളിത് എന്താ പറയുക, ചൂടാക്കാൻ വെക്കണം. നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ചൂടാക്കണം. അപ്പം നമ്മൾ പ്ലഗ് കുത്തുമ്പം ഇവിടെ ഒരു ഓൺ ബട്ടൺ ഉണ്ട്, ഓൺ ആക്കി കൊടുക്കുക. ഇത് നമുക്ക് കൂട്ടി കൊടുക്കാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് എന്നും പറഞ്ഞ ഡിഗ്രീസ് കൂട്ടാം. ഞാൻ ഏറ്റവും ചൂടിലാണ് ഇട്ടേക്കുന്നത്. ഈ ബ്ലൂ ബട്ടൺ എന്നൊക്കെ കാണിക്കുന്നത് ഇത് ഓൺ ആണെന്നാണ്. ഈ ലൈറ്റ് കാണിക്കുന്നത് ഇവിടാണ് ഞാനത് ഇട്ടേക്കുന്നത്. ഇത്രയും ടെമ്പറേച്ചറിൽ ഇടാനുള്ള കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എന്നെ മുടിക്കുന്ന അത്രയും കാളായതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മുടി അനുസരിച്ച് ഇടാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ മുടി അഴിക്കണം. അപ്പം നിങ്ങൾ ആരും പേടിക്കരുത്, എൻ്റെ മുടി കണ്ടിട്ട്. ഇതാണ് എൻ്റെ മുടി. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതേപോലെ പാർട്ടീഷൻ എടുക്കുക എന്നുള്ളതാണ്. നല്ല കേളി ഹെയർ ആകുമ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം കണ്ടില്ലേ, എൻ്റെ ഒരു ഹെയറിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ സിറം എടുക്കുന്നുണ്ട്, ഒരു ഹീറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊരു സിറം. നിങ്ങൾക്ക് ഏത് സിറം വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ അർഗൻ നേച്ചറിൻ്റെ ഇതാണ് എടുക്കുന്നത്. അപ്പം ഇത് കുറേ കാലം കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഒരു 4 to 6 months ആയി എനിക്കിത് ഭയങ്കര നോർമലി ഉള്ള സിറത്തിനേക്കാളും ഇതായിരിക്കും കുറച്ചും കൂടി ഭയങ്കര എന്താ പറയുക, മുടി ഭയങ്കര സ്മൂത്തനാക്കാനും, സ്മൂത്തൻ മീൻസ് ഒരു സോഫ്റ്റ്നെസ് തരാനും നമുക്ക് ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് തന്നെയാണ് ഞാൻ മുടിയിൽ എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ നന്നായിട്ട് സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല പാടാണ് ഇങ്ങനത്തെ മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ നന്നായിട്ട് സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇപ്പം ഞാൻ നന്നായിട്ട് സിറം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ, ഈ താഴോറുള്ളത് എൻ്റെ സ്ട്രെയിറ്റഡ് ഹെയറും മുകളിലുള്ളത് കേളി ഹെയറുമാണ്. അപ്പം നമുക്കിനി ഇതുപോലൊരു വൈഡ് കോമ്പ് എടുക്കുക. ഇങ്ങനത്തെ കോമ്പ് തന്നെ എടുക്കണം. കാര്യം നമ്മൾ ടാങ്കിൾസ് ഒക്കെ എടുക്കുവാണ് എന്ന് വെച്ചാൽ മുടിയുടെ ജട എടുക്കുവാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം താഴെ ചടയണം നോക്കണം. അപ്പം എനിക്ക് താഴെ ചടയില്ല. അപ്പം നമുക്ക് മുകളിന്ന് കോംപ് ചെയ്ത് വരാം. ഇത് കുറച്ച് അത്യാവശ്യം നല്ല ലെങ്തി വീഡിയോ ആയിരിക്കും, നമുക്കിത് ചെയ്ത് വരണമല്ലോ, അതുകൊണ്ട്. അപ്പം നല്ല രീതിയിൽ കോംപ് ചെയ്തിട്ട് ചട എടുത്തിട്ട് വരും. അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് പറയാം, ചട എടുത്തിട്ട് ഞാൻ കാണിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ടൈം ആയിപ്പോനെ വീഡിയോ. അപ്പം ഞാൻ ടാങ്കിൾസ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുഞ്ഞു പാർട്ടീഷൻ എടുക്കണം. ഓക്കെ. അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്, ഇത്രയും ഭാഗത്തുള്ള മുടി ഞാൻ ബൺ ചെയ്ത് വെക്കാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇത്രയും ഭാഗത്തുള്ള മുടി എടുക്കാം. അപ്പം ഞാൻ കുഞ്ഞ് ബൺ മതിയെ എടുത്തിട്ട് ഞാൻ ആദ്യം ഫ്രണ്ട് പോർഷൻ ആയതുകൊണ്ട് നമുക്ക് ഇത്ര എടുത്താൽ മതി. ഇങ്ങനെ ചെയ്ത് വെക്കുക. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെക്ഷൻ എടുക്കാം. അപ്പോൾ നമ്മൾ പിടിച്ച് നോക്കുമ്പം, നമ്മൾ ടാങ്കിൾസ് എടുത്തെങ്കിൽ പോലും നമ്മളൊന്ന് പിടിച്ച് നോക്കുക. കാര്യം വേറൊന്നുമല്ല, എൻ്റെ പോലത്തെ മുടി ആയതുകൊണ്ടാണ് ഞാനത് പിടിച്ച് നോക്കാൻ പറഞ്ഞത്. എത്ര ചട എടുത്താലും നമുക്ക് ചട ഉണ്ടാവും. ഓക്കെ. നമ്മൾ ഇത്രയും ചെയ്തു. ഇനി നമുക്ക് ബാക്കിയും കൂടെ ചെയ്തു എടുക്കാം. ഇനി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഓരോന്ന് എടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് അടുത്ത ബണ്ണിട്ട് കൊടുക്കാം. നമുക്കത് സക്സസ് ആവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തന്നെ ലൈവായിട്ട് ചെയ്ത് നോക്കാം. അതുകൊണ്ടാണ് ഞാൻ ലൈവായി തന്നെ എൻ്റെ മുടി ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇച്ചിരി ലെങ്തി ആവും, ഇച്ചിരി അല്ല, പക്ഷേ എന്നെ പോലുള്ള ഹെയർ ഉള്ളവർക്ക് എന്താ പറയുക, ഒരു സൊല്യൂഷൻ ആവുമെങ്കിൽ നമുക്ക് ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിത് എടുത്തത്. അപ്പോൾ അടുത്ത ഒരു
പാർട്ടീഷനും കൂടി നമുക്ക് കൊടുക്കാം. അതും ഞാൻ കൊടുത്തു. ഇനി നമുക്ക് ലാസ്റ്റ് പാർട്ടീഷൻ എടുക്കാം. ഈ ലാസ്റ്റ് പാർട്ടീഷനാണ് നമുക്ക് എത്ര എടുത്താലും ചട നിൽക്കുന്നത്. അപ്പം ഈ ഒരു പാർട്ടീഷനും കൂടി നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പാർട്ടീഷനും എടുക്കാം. ഇനി കുഞ്ഞു കുഞ്ഞു ബാൻഡ്സോ അല്ലെങ്കിൽ ക്ലിപ്സോ എന്താണെങ്കിലും മതി. എൻ്റെ കയ്യിൽ ഇത് ഉള്ളതുകൊണ്ടാണ് ഇത് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണോ എടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യം ഞാനിനി ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. അപ്പം ഞാനിത് ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ഗ്ലൗസ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയുവാണ് നിങ്ങളത് യൂസ് ചെയ്യണം. ഞാനത് യൂസ് ചെയ്തിട്ടില്ല. കൈ നല്ല പൊള്ളും. നിങ്ങൾ ചൂട് ഇപ്പം കാണുന്നുണ്ടല്ലോ വരുന്നത്, കൈ പൊള്ളും, ഒന്നും ഒരു സംശയവും ഇല്ല. എൻ്റെ കൈ എനിക്ക് ചൂട് ഒട്ടും പറ്റത്തില്ല. പിന്നെ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പിടിക്കുന്നത്. അപ്പോൾ കണ്ടോ, എൻ്റെ മുടി സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഞാൻ വിചാരിച്ച കണക്കല്ല, സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നുണ്ട്. നമുക്കിത് വർക്ക് ചെയ്യുമ്പോൾ ഫുള്ള് നോക്കണമല്ലോ. ഓക്കെ, ഇനി നമുക്ക് അത് വിട്ടിട്ട് നമുക്കത് ബാൻഡ് ഇടാം. അടുത്തത് ഇനി ഇത് ഈ ഒരു ഇതിളക്കാം. എന്നിട്ട് അടുത്തത് ഇത് ഞാൻ ഒരുമിച്ചെടുത്ത് കോംപ് ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് കോംപ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓക്കെ, കുറച്ചും കൂടി നമുക്കിത് പിടിക്കാൻ പറ്റും. പക്ഷേ ചൂട്, നിങ്ങൾ ഇത് മേടിക്കുവാണെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യണേ. എൻ്റെ ഗ്ലൗസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യാനത്. ഇനി നമുക്ക് ചെയ്ത ഇത്രയും സാധനം നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാം. നമുക്ക് അടുത്ത സെക്ഷൻ എടുക്കാം. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര സുഖമായിരിക്കും കേട്ടോ. ഈ ഒരു സൈഡ് മൊത്തം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക. കാര്യം എൻ്റെ പോലത്തെ ഹെയർ ഉള്ളവരാണ് ഞാൻ കൂടുതലും പറയുന്നത്. വേറൊന്നും കൊണ്ടിട്ടല്ല, എൻ്റെ മുടിയുടെ ഒരു ഇത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒരുമിച്ചെടുത്തിട്ട് ഒരുമിച്ച് കോംബ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ അടുത്ത സെക്ഷൻ എടുക്കാം. ഇനി ഒരു വലിയ സെക്ഷനാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കത് ഒന്നുകൂടി ഒന്ന് കോംപ് ചെയ്തിട്ട് കൺഫേം ചെയ്യണം. ടാങ്കിൾസ് ഒന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് അടിയിൽ കൂടെ ഫസ്റ്റ് ഈ സൈഡ് എനിക്ക് നല്ല കേൾനെസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടിയിൽ കൂടി ഇത് കോംപ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ്.
ഇനി ഞാനിത് ഒന്ന് കോംബ് ചെയ്തിട്ട് വരാം. ഇത് കണ്ടോ? അപ്പം നോക്ക്, ഞാനിത് അഗാറോ വെച്ച് ചെയ്ത സൈഡും ഞാൻ ചെയ്യാത്ത സൈഡും കണ്ടോ, നല്ല ഡിഫറൻസ് ഉണ്ട്. ആക്ച്വലി ഇറ്റ്സ് വർക്കിംഗ്. അപ്പം നമുക്ക് മൊത്തം ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നേരത്തെക്കാളും കണ്ടോ സ്ട്രെയിറ്റ് ചെയ്തപ്പം ഞാൻ ഹോണസ്റ്റായിട്ട് ഞാനൊരു പൈസ കൊടുത്ത് മേടിച്ച ഈ അഗാരോയുടെ സ്ട്രെയിറ്ററിനെ പറ്റി പറയുവാണെങ്കിൽ എനിക്കിനെ സംബന്ധിച്ച് എൻ്റെ ഹെയറിന് എത്ര ലാസ്റ്റ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം, അത് ലാസ്റ്റ് ചെയ്യുന്നതൊക്കെ എപ്പോഴാണെന്ന്. ഇപ്പം ഞാൻ രാത്രിയിൽ ഇതിട്ടിട്ട് കിടക്കുവാണ്, രാവിലെ ജസ്റ്റ് ഒന്നും കൂടി ഞാൻ കോംബ് ചെയ്ത് കൊടുക്കും. അപ്പം ഇത് ഞാൻ എന്താ പറയുക, സെയിലിന് വാങ്ങിയതാണ്. 2000 റുപ്പീസാണ് ആയത്. എനിക്ക് ഫ്രീ ഡെലിവറി ആയിരുന്നു ആയത്. പിന്നെ ഞാൻ രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എനിക്കിതിൽ മുടി ഇത്രയും ചെയ്തിട്ടും, എനിക്ക് ഹൈ വോളിയത്തിൽ ഇട്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് കാണാം, ആകെ ഇത്ര മുടി മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ, വേറെ ഒന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മൾ വേറെ ഏതെങ്കിലും സ്ട്രെയിറ്റ് ഇട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടാവും. പക്ഷെ ഇതുണ്ടായില്ല. അതുപോലെ തന്നെ എൻ്റെ മുടി എനിക്ക് ഒതുങ്ങി നിൽക്കുന്നുണ്ട്. എൻ്റെ പേർപ്പസ് നടക്കും. ഞാൻ വെറുതെ പോയി കൊടുക്കണ്ട പാർലറിൽ. അപ്പം എന്നെ പോലത്തെ ഒരു ഹെയർ ഉള്ളവരാണെങ്കിൽ ഇതിങ്ങനെ ഒന്ന് കോംബ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ നമുക്ക്. പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ലോങ് ലാസ്റ്റിറ്റി എത്ര ഉണ്ടെന്നുള്ളത് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് പറയാം. അപ്പം എന്നെക്കാളും ചുരുണ്ട ഹെയർ അല്ലെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇത് വർക്ക് ചെയ്യും. പിന്നെ ഒരാളോട് ചെയ്ത് തരാനുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പം നിങ്ങളൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വാങ്ങണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എന്നെപ്പോലുള്ള കേളി ഹെയർ വെറുതെ കൊണ്ട് പൈസ കളയണ്ട. പക്ഷേ ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് അടുത്ത വീഡിയോയിൽ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറക്കരുത് നിങ്ങളുടെ കേളി ഹെയർ ഉള്ള ഫ്രണ്ടിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ടാറ്റാ.